സ്കൂളിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ പൊന്നു മക്കളോടാണ്. എന്നെ ഒരു സഹോദരനെ പോലെ കണക്കാക്കി ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്. ഈ വീഡിയോ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കേൾപ്പിച്ചു കൊടുക്കുക. അതോടൊപ്പം ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് SSLCയുടെ പരീക്ഷാഫലം പുറത്തു വന്നത്. എല്ലാ കാലത്തും ഈ പരീക്ഷാഫലം പുറത്തു വരുന്ന സമയത്തുണ്ടാകുന്ന ആ ദുഃഖകരമായ വാർത്തകൾ, അത് ഈ കൊല്ലവും കേൾക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് നമ്മളെ സങ്കടപ്പെടുത്തിയ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നത്. 10ാം ക്ലാസ് പരീക്ഷയിൽ തോറ്റപ്പോൾ അതിൽ ആത്മഹത്യ ചെയ്ത കുറച്ച് വിദ്യാർത്ഥികളുടെ വാർത്തകളൊക്കെ കേൾക്കാൻ സാധിച്ചു. നോക്കുന്നത്, എല്ലാ കാലത്തും എല്ലാ കൊല്ലവും ഇത്തരം മരണങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കാറുണ്ട്. പക്ഷെ അത് ആ മക്കൾ, ആ കുട്ടികൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിസ്സാരം പോലെ ഇത്തരത്തിൽ നിങ്ങൾ സ്വയം ഇല്ലാതാക്കി കളയുന്ന നിങ്ങളുടെ ജീവൻ, അത് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോവുകയാണ്. നിങ്ങളെ ഇത്രയും വർഷക്കാലം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മാതാപിതാക്കൾ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്നും നിങ്ങളെ ഓർത്ത് എത്രത്തോളം സ്വപ്നങ്ങളും പ്രതീക്ഷകളും വെക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ആ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളെയും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ ജീവൻ, ആ വിലപ്പെട്ട ജീവൻ, നിങ്ങൾ ഈ പരീക്ഷയിൽ തോറ്റതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കി കളയുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കേട്ടു. സാധാരണ നമ്മൾ പരീക്ഷയിൽ തോറ്റതിൻ്റെ പേരിലാണ് പലപ്പോഴും വിദ്യാർത്ഥികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് എങ്കിൽ, കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ ഒരു വിദ്യാർത്ഥി, ആ കുട്ടി മരണപ്പെട്ടത് പരീക്ഷയിൽ തോറ്റത് കൊണ്ടല്ല. നേരെ മറിച്ച് പുറത്തു വന്ന പരീക്ഷാഫലത്തിൽ താൻ ഉദ്ദേശിച്ച രീതിയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ അതിന് സാധിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ശംസാൻ എന്ന് പറയുന്ന വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ് അത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. തൻ്റെ പരീക്ഷാഫലം പുറത്തു വന്നതിന് ശേഷം, അതറിഞ്ഞതിന് ശേഷം ഈ കുട്ടി ബാത്റൂമിലേക്ക് കയറിപ്പോകുന്നു. ബാത്റൂമിലേക്ക് കയറിയ കുട്ടിയെ കുറേ നേരമായിട്ടും പുറത്തു കാണാത്തതിനെ തുടർന്ന് ആ ഉമ്മ ബാത്റൂമിലേക്ക് തട്ടി നോക്കിയിട്ടും ആ മകൻ്റെ യാതൊരുവിധ റെസ്പോൺസുമില്ല. അവസാനം ആ ഉമ്മ വാതിൽ പൊളിച്ചകത്തേക്ക് കയറുന്ന സമയത്ത് ആ ഉമ്മ കാണുന്നത് താൻ ഇത്രയും കാലം ഓമനിച്ച് താലോലിച്ച് പോറ്റി വളർത്തിയ മകൻ അവിടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ശംസാൻ പ്രതീക്ഷിച്ചതുപോലെ മാർക്ക് കിട്ടാത്തതാകാം അവനിതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇതുവരെയും കരുതപ്പെടുന്നത്. നോക്കൂ, പരീക്ഷകളും അതിൻ്റെ റിസൾട്ടുകളും ഫലങ്ങളൊന്നുമല്ല ഈ ലോകത്തെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവനാണ്. ആ മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുത് ഈ ലോകത്തൊന്നിനുമില്ല. പലപ്പോഴും ഞാൻ ചില വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അതിന് താഴെ വിദ്യാർത്ഥികളായിരിക്കാം, അവർ കുറേ കമൻറ്റുകൾ ചെയ്യാറുണ്ട്. ഞാൻ പരീക്ഷയ്ക്ക് എഴുതി, ഞാൻ വിജയിക്കാൻ സാധ്യത കുറവാണ്, എനിക്ക് വല്ലാതെ ഭയമാകുന്നു, ടെൻഷനാകുന്നു, അങ്ങനെയുള്ള കുറേ സങ്കടം പങ്കുവയ്ക്കുന്ന ഒരുപാട് കുറിപ്പുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് പലപ്പോഴായി ഞാൻ മറുപടിയും കൊടുക്കാറുണ്ട്. മക്കളെ, പരീക്ഷകളല്ല നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. പരീക്ഷയിൽ തോറ്റവർ എത്രയോ വ്യക്തികൾ ജീവിതത്തിൻ്റെ വലിയ ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരുപാട് കോൺഫിഡൻറ്റ് നൽകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അത്തരം കാര്യങ്ങളെ മുഖവിലേക്കെടുക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആ വിദ്യാർത്ഥികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കപ്പെടുന്നത് ഈ പരീക്ഷകളല്ല. പരീക്ഷയാണ് എല്ലാത്തിനുമെല്ലാം. പരീക്ഷകളാണ് ഇവിടെ എല്ലാം നിശ്ചയിക്കപ്പെടുന്നത്, നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ള ആ ഒരു തോന്നൽ, അതാണ് ഇത്തരം വിദ്യാർത്ഥികളെ ഇതുപോലെയുള്ള ഇത്തരം കടുങ്കൈകളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പരീക്ഷകളെ നിങ്ങൾ പരീക്ഷകളായി കാണുക. ആ പരീക്ഷയിൽ തോറ്റാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നോക്കിന്ന് ലോകം അറിയപ്പെടുന്ന ഒരുപാട് മഹത് വ്യക്തികൾ, പരീക്ഷയിൽ തോറ്റവർ, മന്ദബുദ്ധികളെന്ന് വിളിച്ചവർ, കളിയാക്കിയവർ, പരിഹസിച്ചവർ, അവർ ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ലോകത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. കുട്ടിക്കാലത്ത് അദ്ദേഹം പഠനത്തിൽ പിന്നോക്കമായിരുന്നു. 9ാം വയസ്സുവരെ അദ്ദേഹത്തിന് നന്നായി സംസാരിക്കാൻ പോലും കഴിയില്ലായിരുന്നു. സൂറിച്ചിലെ പോളിടെക്നിക് പ്രവേശന പരീക്ഷയിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ട് പോലുമുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ഭൗതിക ശാസ്ത്രത്തിൽ അദ്ദേഹം വിപ്ലവം സൃഷ്ടിക്കുകയും നോബൽ സമ്മാനം വരെ നേടുകയും ചെയ്തു. മറ്റൊന്ന്, വൈദ്യുത ബൾബ് ഉൾപ്പെടെ 1000-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കുക വരെ ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ ഒന്നിനും കൊള്ളാത്ത മന്ദബുദ്ധിയെന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകർ പോലും പലപ്പോഴായി കളിയാക്കിയിട്ടുണ്ട്. വെറും 3 മാസം മാത്രമാണ് അദ്ദേഹം സ്കൂളിൽ പഠിക്കാൻ പോയത്. പിന്നീട് അമ്മയുടെ ശിക്ഷണത്തിൽ പഠിച്ച അദ്ദേഹം ലോകത്തെ മാറ്റിമറിച്ച ഒരു ശാസ്ത്രജ്ഞനായി മാറുകയാണ്. അതോടൊപ്പം ലോക കോടീശ്വരനും മൈക്രോസോഫ്റ്റ് സ്ഥാപകനുമായ ബിൽ ഗേറ്റ്സ് ലോക പ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച വ്യക്തിയാണ്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചില പരീക്ഷകളിൽ പരാജയപ്പെട്ടു, പക്ഷേ എൻ്റെ സുഹൃത്ത് എല്ലാത്തിനും വിജയിച്ചു. ഇന്ന് അദ്ദേഹം മൈക്രോസോഫ്റ്റിൽ ഒരു എഞ്ചിനീയറാണ്.
ഞാൻ മൈക്രോസോഫ്റ്റിൻ്റെ ഉടമസ്ഥനും അതോടൊപ്പം ആപ്പിൾ എന്ന വമ്പൻ സാമ്രാജ്യം കെട്ടിപ്പടുത്ത സ്റ്റീവ് ജോബ്സും കോളേജ് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച വ്യക്തിയാണ്. ഔദ്യോഗിക വിദ്യാഭ്യാസമല്ല, മറിച്ച് തൻ്റെ അഭിരുചിയും കഠിനാധ്വാനമാണ് ഒരു മനുഷ്യനെ വളർത്തുന്നത് എന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം പോട്ടെ, സച്ചിൻ ടെണ്ടുൽക്കർ എന്നറിയപ്പെടുന്ന, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ മുഴുവൻ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ക്രിക്കറ്റ് കളിക്കാരൻ, അദ്ദേഹം തൻ്റെ 10ാം ക്ലാസ് പരീക്ഷയിൽ അദ്ദേഹം തോറ്റ വ്യക്തിയാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം എവിടെ നിൽക്കുന്നു? ലോകത്തിൻ്റെ നെറുകയിൽ ലോകമറിയപ്പെടുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം അറിയപ്പെടുകയാണ്. ഇതുപോലെ പറയാൻ നിന്നാൽ നിരവധി ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ പറയേണ്ടി വരും. നിങ്ങളെപ്പോലെ ഇവരും ചിന്തിച്ചിരുന്നുവെങ്കിൽ, പരീക്ഷയിൽ തോറ്റതിന് തൻ്റെ സ്വന്തം ജീവൻ അവർ ഇല്ലാതെയാക്കാൻ അവർ ശ്രമിച്ചിരുന്നുവെങ്കിൽ അവർ ഇന്ന് ഈ ലോകം മുഴുവനും അറിയപ്പെടുമായിരുന്നോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് പരീക്ഷയല്ല ജീവിതം, പരീക്ഷകളല്ല നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി പറയാൻ പോകുന്നത് മാതാപിതാക്കളോടാണ്. പല മാതാപിതാക്കളിലും കണ്ടുവരുന്നൊരു പ്രവണതയാണ്, തൻ്റെ മകൻ പരീക്ഷയിൽ തോൽക്കുമ്പോൾ ആ പരീക്ഷയിൽ തോൽക്കുന്ന മക്കളെ വളരെയധികം വിമർശിക്കുന്ന, ചീത്ത പറയുന്ന അല്ലെങ്കിൽ അടിക്കുന്ന ചില കാഴ്ചകളൊക്കെ. അവർ നന്നാകുമെന്ന് കരുതിക്കൊണ്ടാണ് മാതാപിതാക്കൾ അത് ചെയ്യുന്നത് എങ്കിൽ ഏറ്റവും കൂടുതലും ദോഷം ചെയ്യുന്നത് അത് ആ മാതാപിതാക്കൾക്ക് തന്നെയാണ്. നിങ്ങൾ തല്ലിയതുകൊണ്ടും നിങ്ങൾ അടിച്ചതുകൊണ്ടും നിങ്ങൾ ഇത്തരത്തിൽ അവരെ ചീത്ത വിളിച്ചതുകൊണ്ടൊന്നും അവർ ആ പരീക്ഷകളിൽ വിജയിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് അത്തരം പ്രവണതകൾ അവരെ വീണ്ടും വീണ്ടും പരാജയത്തിൻ്റെ വലിയ പടുകുടിയിലേക്ക് അവരെ തള്ളിയിടുക എന്നുള്ളത് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നേരെ മറിച്ച് അവർക്ക് നല്ല ആത്മവിശ്വാസത്തിൻ്റെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുക. അതോടൊപ്പം കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ്, വിജയിച്ചു കഴിഞ്ഞാൽ, വിജയിച്ചു പക്ഷേ മാർക്ക് എങ്ങാനും കുറഞ്ഞു പോയാൽ, റാങ്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവരെ ചീത്ത വിളിക്കുന്ന കുറേ പ്രവണതകൾ. അയൽപ്പക്കത്തുള്ള മറ്റു കുട്ടികളെ താരതമ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികളെ താരതമ്യം ചെയ്തുകൊണ്ട്, അവൻ ഇത്ര റാങ്ക് കിട്ടി, അവൻ ഇത്ര മാർക്ക് കിട്ടി, നിനക്കെന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊക്കെ അത്തരത്തിൽ അവരെ കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് അവരുടെ ഉള്ളിലുണ്ടാക്കുന്ന പ്രയാസം, വേദനയും നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ആ മാനസിക പ്രയാസം അവരെത്രത്തോളം തളർത്തുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാതെ പോകരുത്. പിന്നീട് മക്കൾ എന്തെങ്കിലും ഇത്തരത്തിൽ കടുങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും യാതൊരുവിധ കാര്യവുമില്ല. അതുകൊണ്ട് ഇക്കാര്യം പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരീക്ഷാഫലം വരുന്ന ദിവസം അതെന്താണെങ്കിലും, തോൽവിയാണെങ്കിലും മാർക്ക് കുറഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. നിനക്ക് എന്തു മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, നീ തോറ്റാലും കുഴപ്പമില്ല, അതിനെക്കുറിച്ച് നീ സങ്കടപ്പെടേണ്ടതില്ല, നീയാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത്, നിങ്ങൾ പഠിക്കണം. കാരണം നിങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും അർപ്പിക്കുന്നുണ്ട്. അവരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും നിങ്ങൾ ഇല്ലാതാക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, മരണം എന്നുള്ളത് ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്കാണ്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും എല്ലാവരും നിങ്ങളുടെ മരണത്തിൽ കാലാകാലം നിങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് അവർക്കും കൂടി വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിക്കുക. പരീക്ഷകളല്ല വലുത്, ആ പരീക്ഷയേക്കാൾ വലുത് നിങ്ങളുടെ സ്വന്തം ജീവനാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം, ആ സത്യം നിങ്ങൾ തിരിച്ചറിയുക.